ലിയോ എന്ന സിനിമയിൽ വിജയ് അവതരിപ്പിച്ച പാർത്ഥിബൻ എന്ന കഥാപാത്രം മെരുക്കിയെടുത്ത സുബ്രമണി എന്ന കഴുതപ്പുലിയെ ഓർമ്മയില്ലേ? സുബ്രമണി എന്ന് നീട്ടി വിളിച്ചപ്പോൾ ആപത്തിലെ രക്ഷകനായി ഓടിയെത്തിയ ആ കഴുതപ്പുലി സിനിമയിലെ ഒരു മുഖ്യ കഥാപാത്രം തന്നെയായിരുന്നു. കഴുതയും പുലിയും ചേർന്ന ഒരു ജീവി, അതാണോ കഴുതപ്പുലി? കഴുതയോട് സാമ്യമുള്ള രൂപവും പുലിയുടെ സ്വഭാവവും ഉള്ളതിനാലാണ് ഇവർക്ക് ഈ പേര് കിട്ടിയത് എന്ന് പറയപ്പെടുന്നു. പുലികളുടെയും കടുവകളുടെയും ശരീരത്തിൽ ഉള്ളതുപോലെയുള്ള പുള്ളികളും വരകളും ഇവരുടെ ശരീരത്തിലും കാണാൻ സാധിക്കും. ഹൈന എന്നാണ് കഴുതപ്പുലികളുടെ ഇംഗ്ലീഷ് പേര്. പ്രധാനമായും ആഫ്രിക്കയിലാണ് കഴുതപ്പുലികളെ കണ്ടുവരുന്നത്. ചിലരാകട്ടെ ഏഷ്യയിലും ഉണ്ട്. ഹൈനിഡ എന്നാണ് ഹൈനകളുടെ കുടുംബ പേര്. ഈ കഴുതപ്പുലി കുടുംബത്തിൽ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആകെ 4 സ്പീഷീസുകളെ ഉള്ളൂ. അതിൽ ഒന്നാമത്തേത് സ്പോട്ടഡ് ഹൈന എന്ന് വിളിക്കുന്ന ഹൈനയാണ്. കഴുതപ്പുലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇവരുടെ രൂപമാണ്. ലൈറ്റ് ബ്രൗൺ നിറമുള്ള രോമങ്ങളുള്ള, ദേഹം നിറയെ ഇരുണ്ട ബ്രൗൺ അല്ലെങ്കിൽ കറുത്ത പുള്ളികളുള്ള പുള്ളിക്കാരൻ. ക്രോക്കട്ട എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈന സ്പീഷീസ് അത് ഇവരാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്പോട്ടഡ് ഹൈനയ്ക്ക് 40 മുതൽ 90 കിലോയോളം ഭാരമുണ്ടാകും. സബ്സഹാറൻ ആഫ്രിക്കൻ പ്രദേശവാസിയാണ് ഇവർ. മറ്റുള്ള സ്പീഷീസുകളെ അപേക്ഷിച്ച് വനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കഴുതപ്പുലി സ്പീഷീസാണ് ഇത്. ഹൈനിഡെ ഫാമിലിയിലെ മറ്റൊരു അംഗമാണ് ബ്രൗൺ ഹൈന. ഹൈന ബ്രുണിയ എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. തെക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ വസിക്കുന്ന ഇവർക്കാകട്ടെ 34 മുതൽ 43 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാറുണ്ട്. ദേഹത്ത് ഇരുണ്ട വരകളുള്ള 25 മുതൽ 55 കിലോഗ്രാമിനടുത്ത് ഭാരം വയ്ക്കുന്ന സ്ട്രൈപ്ഡ് ഹൈന എന്ന ഇനം കഴുതപ്പുലിയാണ് ഹൈനിഡെ കുടുംബത്തിലെ 3ാമത്തെ അംഗം. ആഫ്രിക്കയുടെ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൻ ഇടങ്ങളിലും ഏഷ്യയിലും ഇവരുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേ ഒരു കഴുതപ്പുലി ഇനം ഇതാണ്. ഇന്ന് നമ്മുടെ ലോകത്തുള്ള ഏറ്റവും ചെറിയ ഇനം ഹൈന ഏതാണെന്ന് അറിയാമോ? ആർഡ്വുൾഫ് ആണത്. ഈ സ്പീഷീസിൽപ്പെട്ട മുതിർന്ന ഒരു കഴുതപ്പുലിക്ക് 9 മുതൽ 14 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടാകും. ഈസ്റ്റേൺ സദേൺ ആഫ്രിക്കൻ ഭാഗങ്ങളിലെ അന്തേവാസിയാണ് ഇക്കൂട്ടർ. പൊതുവെ രാത്രിയിൽ സജീവമായി ഇരപിടിക്കുന്ന നൊക്ടേണൽ സ്വഭാവക്കാരാണ് ഹൈനകൾ. ഒറ്റയ്ക്കല്ല, കൂട്ടം ചേർന്നാണ് ഹൈനകൾ വേട്ടയാടാറുള്ളത്. ഹൈനക്കൂട്ടത്തെ ക്ലാൻ എന്നാണ് വിളിക്കുന്നത്. ശരീരഭാഷ, ഗന്ധം, ശബ്ദം എന്നിവ ഉപയോഗിച്ചാണ് ഒരു ഗ്രൂപ്പിലുള്ള ഹൈനകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. കൂട്ടം ചേർന്ന് കളിയാക്കി ചിരിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കഴുതപ്പുലി കൂട്ടങ്ങൾ ആരെ വേണമെങ്കിലും വേട്ടയാടും. എന്തിന്, സിംഹത്തെയും ആനകളെയും പോലും അവർ കൂട്ടം ചേർന്ന് ആക്രമിക്കാറുണ്ട്, വേട്ടയാടാറുണ്ട്. ക്രൂരതയുടെയും കുടിലതയുടെയും അവസരവാദത്തിന്റെയും ചതിയുടെയും പ്രതീകമായാണ് കഴുതപ്പുലികളെ മനുഷ്യർ ചിത്രീകരിക്കാറുള്ളത്. സിംഹത്തോട് നേർക്കുനേർ നിന്ന് പൊരുതി ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് തക്കം പാർത്തിരുന്ന് കൂട്ടം കൂടി വന്ന് ആക്രമിച്ചു കൊല്ലുന്ന ക്രൂരന്മാർ. ഇത്തരത്തിൽ അവശനായ ഒരു ആൺസിംഹത്തെ കഴുതപ്പുലിക്കൂട്ടം ആക്രമിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഉണ്ട്. വമ്പൻ കൂട്ടങ്ങളായാണ് സ്പോട്ടഡ് ഹൈനകൾ ജീവിക്കാറുള്ളത്. ഇത്തരം കൂട്ടങ്ങളിൽ പൊതുവെ എണ്ണത്തിൽ കൂടുതലുള്ളത് സ്വന്തക്കാരും ബന്ധുക്കളുമായ പെൺഹൈനകൾ ആയിരിക്കും. പെൺഹൈനകൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഒരേ ഒരു ക്ലാനിന്റെ ഭാഗം ആയിരിക്കും. എന്നാൽ സെക്ഷുവൽ മെച്യൂരിറ്റി അഥവാ ലൈംഗിക പക്വത നേടിയ ആൺ ഹൈനകൾ ആകട്ടെ ഒരു ക്ലാനിൽ ഒതുങ്ങി നിൽക്കാതെ ക്ലാൻ മാറിക്കൊണ്ടേയിരിക്കും. പല ക്ലാനുകളിലായി അവർക്ക് അനവധി ഇണകളും ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളെ വളർത്തുന്ന ചുമതല പെൺഹൈനകൾക്കാണ്. പെൺഹൈനകൾക്ക് ആൺ ഹൈനകളെക്കാൾ കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. കൂടാതെ ആണുങ്ങളെക്കാൾ ആക്രമണകാരികളുമായിരിക്കും ഇവർ. സിംഹത്തെ പോലെയുള്ള വേട്ടക്കാർ വേട്ടയാടി ഭക്ഷിച്ച ഇരയുടെ അവശിഷ്ടങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്ന സ്കാവഞ്ചറുകളാണ് സ്പോട്ടഡ് ഹൈനകൾ. ചില അവസരങ്ങളിൽ സിംഹവും മറ്റും കഷ്ടപ്പെട്ട് വേട്ടയാടി പിടിച്ച ഇരയെ തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ടുപോകാനും ഹൈനകൾക്ക് മടിയില്ല. ഇതിനിടയ്ക്ക് സിംഹത്തിന്റെ മാന്തും കടിയുമൊക്കെ കൊണ്ട് ചിലർക്ക് സാരമായ പരിക്കേൽക്കാറുണ്ട്. ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാറുമുണ്ട്. വേണ്ടിവന്നാൽ സീബ്രയെയും വെൽഡ് ബീസ്റ്റിനെയും ഗസൈൽ മാനുകളെയും പോലെയുള്ള മൃഗങ്ങളെ വേട്ടയാടാനും ഇവർക്ക് മടിയില്ല. രാത്രിയിൽ ഇര തേടി 25 മുതൽ 40 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന സ്വഭാവക്കാരായ കഴുതപ്പുലികളാണ് ബ്രൗൺ ഹൈനകൾ. ഇവരും ചെറുകൂട്ടങ്ങളായാണ് ജീവിക്കാറുള്ളത്. സ്പോട്ടഡ് ഹൈനകളുടേതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രൗൺ ഹൈനകളിലെ ആണും പെണ്ണും വലിപ്പത്തിൽ ഏകദേശം ഒരുപോലെയാണ്. സ്പോട്ടഡ് ഹൈനകളെ പോലെ ഇവരും സ്കാവഞ്ചറുകളാണ്. നമീബിയൻ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന ആർട്ടോസെഫാലസ് പുസിലസ് എന്ന സീലുകളുടെ കുഞ്ഞുങ്ങളെ ഇവർ വേട്ടയാടാറുണ്ട്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ നല്ലതുപോലെ വരണ്ട ഇടങ്ങളിൽ വസിക്കുന്ന ബ്രൗൺ ഹൈനകൾ സസ്യങ്ങളെ ഭക്ഷിക്കാറുണ്ട്. ഇത്തരത്തിൽ ഇവർ സമ എന്ന ഇനം തണ്ണിമത്തനും ജെംസ് ബോക്ക് കുക്കുംബേഴ്സ് എന്ന ഇനം വെള്ളരിക്കയും ശാപ്പിടാറുണ്ട്.
സ്ട്രൈപ്ഡ് ഹൈനാസ് അഥവാ വരയൻ കഴുതപ്പുലികളും ചെറുകൂട്ടങ്ങളായാണ് ഇര തേടി ഇറങ്ങാറുള്ളത്. ഇക്കൂട്ടരുടെ കാര്യമെടുത്താൽ ആണിനും പെണ്ണിനും വലുപ്പം ഒരുപോലെയാണ് എന്ന് പറയാൻ കഴിയും. സ്കാവഞ്ചറുകളാണെങ്കിലും ഷഡ്പദങ്ങളെയും എലികളെപ്പോലെയുള്ള കരണ്ട് തിന്നുന്ന റോഡന്റുകളെയും പക്ഷികളെയും മുയലുകളെയും കുറുക്കന്മാരെയും ഇവർ ഭക്ഷിക്കാറുണ്ട്. ബ്രൗൺ ഹൈനകളെ പോലെ ഇവരും സസ്യാഹാരം കഴിക്കാറുണ്ട്. വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന ബലനൈറ്റ്സ് എന്ന ജനുസിൽപ്പെട്ട മരത്തിന്റെ കായ്കൾ ഇവർക്ക് നല്ല ഇഷ്ടമാണ്. ചിതലുകളെ താല്പര്യത്തോടെ കഴിക്കുന്ന ഹൈനകളാണ് ആർഡൂൾസ്. ചിതലുകളെ കൂടാതെ റോഡന്റുകളെയും ഇവർ തിന്നും. മറ്റുള്ള ഇരപിടിയന്മാർ ഭക്ഷിച്ച് ബാക്കി വെച്ചുപോയ ചീഞ്ഞു തുടങ്ങിയ മാംസവും ഒപ്പം മുട്ടകളും ഇവർ ഭക്ഷിക്കാറുണ്ട്. ഒരു ബ്രീഡിംഗ് സീസണിൽ ഒരിണ മാത്രമുള്ള മോണോഗ്യാമസ് ജീവികളാണ് ഇവർ. അച്ഛനും അമ്മയും ചേർന്ന് കൂട്ടുത്തരവാദിത്വത്തോടെ അവരുടെ കുട്ടികളെ വളർത്തുന്നു. എലികളെ പോലെ മണ്ണിനടിയിൽ മാളങ്ങൾ തുരക്കുന്നവരാണ് ആർഡ്വുൾഫുകൾ. നായകളും പൂച്ചകളുമൊക്കെ കാറുകളുടെ വീലിലും മതിലിലും മരത്തിലുമൊക്കെ മൂത്രമൊഴിച്ച് അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? കഴുതപ്പുലികളും ടെറിട്ടറി മാർക്ക് ചെയ്യാറുണ്ട്. യൂറിനേറ്റ് ചെയ്യുന്നതിന് പകരം കഴുതപ്പുലികൾ അവരുടെ വാലിന് കീഴെയുള്ള ഏനൽ സെന്റ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം പേസ്റ്റ് പോലെ കൊഴുത്ത ഫിറമോണുകൾ അടങ്ങിയിട്ടുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. ഹൈനകൾ എത്ര വയസ്സുവരെ ജീവിക്കും? വനാന്തരീക്ഷത്തിൽ 19 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവരാണ് ഹൈനകൾ. എന്നാൽ മനുഷ്യരുടെ പരിചരണത്തിലാകട്ടെ ഇവർക്ക് 40 വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കാൻ സാധിക്കും. ആർഡ്വുൾഫ് ഒഴികെയുള്ള ഹൈനകൾ എല്ലാവരും തന്നെ അതിശക്തന്മാരായ മൃഗങ്ങളാണ്. കരുത്തുറ്റ മുൻകാലുകളും തോളും കഴുത്തും എല്ലാം തന്നെക്കാൾ സൈസ് കൂടിയ ജീവികളെ വരെ വേട്ടയാടി പിടിച്ചു തിന്നാൻ ഇവരെ സഹായിക്കുന്നു. മുൻകാലുകളെ അപേക്ഷിച്ച് താരതമ്യേന ശക്തി കുറഞ്ഞ പിൻകാലുകൾ വേട്ടക്കിടയിൽ ഫലപ്രദമായി കുതിച്ചു ചാടാൻ ഇവരെ സഹായിക്കുന്നു. ഇവരുടെ താടിയെല്ലുകൾ പാറ പോലെ ബലമേറിയതാണ്. ഇതുപയോഗിച്ച് എല്ലുകളെ പുല്ലുപോലെ കടിച്ചു പൊട്ടിക്കാൻ ഇക്കൂട്ടർക്ക് ആകും. ബ്രൗൺ ഹൈനകൾക്കാകട്ടെ ഒട്ടകപക്ഷിയുടെ മുട്ടകൾ വരെ കടിച്ചു പൊട്ടിക്കാൻ സാധിക്കും. എന്നാൽ സ്പോട്ടഡ് ഹൈനകൾക്കാകട്ടെ ഇതിനുള്ള കഴിവില്ല. സാധാരണഗതിയിൽ ഹൈനകൾക്ക് ഒരൊറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ വരെ ഉണ്ടാകും. ജനിച്ച് ഏകദേശം 6 മാസത്തോളം ഇവർ അമ്മയുടെ പാൽ മാത്രമാണ് കുടിക്കുക. ഏകദേശം 25 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മിയോസീൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഇന്നത്തെ യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടുന്ന യുറേഷ്യൻ പ്രദേശങ്ങളിലാണ് കഴുതപ്പുലി കുടുംബമായ ഹൈനിഡെ ഉത്ഭവിച്ചത്. 80ഓളം സ്പീഷീസുകളിൽപ്പെടുന്ന ഹൈനകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു. എന്നാൽ അവരിൽ ഭൂരിഭാഗവും വംശനാശത്തിന് വിധേയരായി. കേവ് ഹൈന എന്ന് വിളിക്കുന്ന ഒരിനം ഹൈനകൾ പണ്ട് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇന്നത്തെ ആഫ്രിക്കൻ സ്പോട്ടഡ് ഹൈനകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരുന്നു അവർ. ക്രൊക്കട്ട ജീനസിലാണ് ഇവരും ഉൾപ്പെട്ടിരുന്നത്. ക്രൊക്കട്ട ജനുസിൽപ്പെടുന്ന കഴുതപ്പുലികളുടെ ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴക്കം കൂടിയ ഫോസിൽ അത് ആഫ്രിക്കയിൽ നിന്നുമുള്ളതാണ്. അതിന് ഏകദേശം 4 മില്യൺ വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. കളിയാക്കി ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ജീവികൾ ക്രൂരന്മാർ. ദ ലയൺ കിങ് പോലെയുള്ള സിനിമകളിലും കാർട്ടൂണുകളിലും നിങ്ങൾക്കിത്തരം കഴുതപ്പുലി കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. എന്നാൽ കഴുതപ്പുലികൾ അത്ര ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങൾ കഴുകന്മാരെ കണ്ടിട്ടില്ലേ? കാട്ടിലെ വേട്ടക്കാർ തിന്ന് ബാക്കി വെച്ചുപോയ ജീവികളുടെ അവശിഷ്ടങ്ങൾ കൊത്തിവലിക്കാനായി കാത്തു നിൽക്കുന്ന കഴുകന്മാർ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയുടെ ശുചീകരണ തൊഴിലാളികൾ അഥവാ സ്കാവഞ്ചേഴ്സ് ആണ് കഴുകന്മാർ. കഴുതപ്പുലികളും അങ്ങനെ തന്നെയാണ്. വേട്ടയാടൽ, വാഹനങ്ങൾ ഇടിച്ചുള്ള മരണം എന്നിവയാണ് കഴുതപ്പുലികളുടെ നിലനിൽപ്പിനുള്ള ഭീഷണികൾ. നായകളെപ്പോലെ കഴുതപ്പുലികൾക്കും പേവിഷബാധ ഉണ്ടാകാറുണ്ട്. കനൈൻ ഡിസ്റ്റംബർ വൈറസിനെ പോലെയുള്ള രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളും കഴുതപ്പുലികൾക്കിടയിൽ കാണാൻ സാധിക്കും.